Hi everyone, this is Abin from Evica. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് iOS 17ലേക്ക് വന്നപ്പോൾ ആപ്പിൾ മ്യൂസിക്കിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഓരോ മാറ്റങ്ങളും അതേപോലെ തന്നെ പുതിയ പുതിയ ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഈ ഒരു ഫുൾ വീഡിയോ കാണുമ്പോൾ ഒരു ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബ് ആയാൽ നിങ്ങൾക്ക് ഫുൾ പൊട്ടൻഷ്യൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ 5 പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സോ ഹിഡൻ ഡീറ്റെയിൽസോ പഠിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റണം. നോക്കാം നമുക്ക് ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിലെ ഏറ്റവും സിമ്പിളായ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത്, അത് പക്ഷേ ഏറ്റവും എഫക്റ്റീവാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാട്ട് ഓൾറെഡി പ്ലേ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു പാട്ട് ഇപ്പോൾ ഓൾറെഡി പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അടുത്തൊരു ട്രാക്ക് ഓൾറെഡി ആ ഒരു പാട്ടിൻ്റെ ക്യൂവിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പാട്ടിലേക്ക് പോവാം. ഞാനിവിടെ ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 2 ഗ്ലിഫ് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ആ ഒരു പർപ്പിൾ കളർ നമ്മുടെ അടുത്ത പാട്ടിലേക്ക് ആഡ് ചെയ്യാനും, മഞ്ഞയിൽ കാണുന്നത് ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് ആഡ് ചെയ്യാനുമാണ് ഈ 2 ഗ്ലിഫും കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്ലൂ കളറിൽ ഡൗൺലോഡും റെഡ് കളറിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട, ജസ്റ്റ് ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്ലേ നെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും. അതായത് നമ്മുടെ അടുത്ത പാട്ടായിട്ട് തന്നെ ഈ ഒരു ട്രാക്ക് നമുക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്തൊരു മാറ്റം iOS 17ൽ വന്ന ഏറ്റവും നല്ല ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാക്ക് പ്ലേ ആവുന്നത് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ഞാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ പൊക്കത്ത് വ്യൂ ക്രെഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ക്രെഡിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളെ എനിക്ക് മനസ്സിലാവും. ഇതൊരു ആൽബമാണ്. ആ ഒരു ആൽബത്തിൽ പെർഫോം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കോമ്പോസിഷനും ലിറിക്സും ആരാ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പ്രൊഡക്ഷനും എൻജിനീയറിങ്ങും ആരാ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഏറ്റവും അവസാനം ഈ പറയുന്ന എല്ലാ സോങ്ങുകളും ഏതൊക്കെ ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണെന്നും കാണാൻ പറ്റും. ലോസ്ലെസ്സും ഡോൾബി ആറ്റ്മോസിലും ഈ ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആൽബം നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം, ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാട്ടിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻസിലേക്ക് എനിക്ക് പോകണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലിറിക്സിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലിറിക്സിലേക്ക് പോയി കണ്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു ലിറിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻസാണ്, ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സോങ് നേരെ അതിലേക്ക് ജമ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം ലൈൻ നോക്കുക, ഈ ഒരു എന്താ പറയുക ലിറിക്സ് നോക്കുക, ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്തു, ആ ഒരു സ്റ്റാൻസിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പാട്ട് മാറിയിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കേൾക്കാനും പറ്റുന്നതാണ്. അതേപോലെ അടുത്ത വന്നിരുന്ന മാറ്റം എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ലിറിക്സ് ഓപ്ഷൻ എടുത്തപ്പോൾ ഇവിടെ ഒരു ചെറിയ ഐക്കൺ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ സിങ് വിത്ത് ആപ്പിൾ എന്ന പുതിയ ഓപ്ഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ആപ്പിൾ മ്യൂസിക്കിൽ തന്നെ കരോക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കരോക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നവും അതേപോലെ ഇവിടെ ഒരു വോളിയം കൺട്രോളിങ്ങും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വോളിയം കൺട്രോളിൽ നമ്മൾ ഫുൾ ഇടുകയാണെങ്കിൽ നേരത്തെ കേട്ട ആ ഒരു പാട്ടിൻ്റെ ബാക്കിലെ വോക്കലും നമുക്ക് അത്യാവശ്യം കേൾക്കാൻ പറ്റും. അതിന് പകരം നമുക്ക് വോക്കൽ അത്യാവശ്യം കുറച്ച് നമ്മുടെ ട്രാക്കിൻ്റെ ആ ഒരു സൗണ്ട് മാത്രം മതി, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോക്കലും വേണ്ട, നമുക്ക് പാടാണെങ്കിൽ നേരെ ഈ ഒരു വോളിയം നേരെ താഴത്തേക്ക് ആക്കിയാൽ നമ്മുടെ ട്രാക്കിൻ്റെ ഫുൾ വോക്കൽ കട്ടാവും. ഓൺലി മ്യൂസിക് മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം, നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സെയിം ആ ഒരു ട്രാക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഇവിടെ ഈ ഒരു 3 ഡോട്ട്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഷെയർ സോങ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ നേരെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ആ ഒരു മ്യൂസിക് ആർട്ടും അതേപോലെ തന്നെ സെയിം ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി കവറും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ട് അതിന് വേറൊരു ടിപ്പും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്റ്റോറി അപ്ലോഡ് ആയിട്ടുണ്ട്. അതേപോലെ പ്ലേ ഓൺ ആപ്പിൾ മ്യൂസിക് എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക.
അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന നേരെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് റീഡയറക്റ്റ് ആയി പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ആപ്പിൾ മ്യൂസിക് എന്നുണ്ട്. നേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിം ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ കൊടുത്തിരുന്ന പെർട്ടിക്കുലർ ട്രാക്കിലേക്ക് എല്ലാ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കും ആ ഒരു സോങ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ലിറിക്സ് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു സോങ് എടുത്തു, ഈ ഒരു സോങ് എടുത്തു, ആ ഒരു സോങ്ങിൻ്റെ പെർട്ടിക്കുലർ ലിറിക്സ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ നേരെ പോയിട്ട് ഈ ഒരു ലിറിക്സ് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു. അത് ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ പറയുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ലിമിറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രമാത്രം ലിറിക്സ് അയക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെസ്സേജ് ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം നമുക്കിപ്പോൾ അയക്കാനുള്ള വ്യക്തിയുടെ ആ ഒരു കോൺടാക്റ്റ് എടുക്കാം. ആ ഒരു കോൺടാക്റ്റിലേക്ക് അയക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സെലക്റ്റഡ് പോർഷൻ ഓഫ് ലിറിക്സ് മാത്രം അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി വരുന്ന ടിപ്പ് എവിടെയാണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകാറില്ല. പക്ഷേ ആ ഒരു ഏരിയയിൽ കുറേയധികം എലമെൻറ്റ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ലിസൺ നൗവിലാണ് നമ്മുടെ കുറേയധികം ഓപ്ഷൻസ് ഒളിഞ്ഞിരിക്കുന്നത്. നേരെ ലിസൺ നൗവിലേക്ക് പോവാം. ഇപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റേഷൻ ഫോർ യു എന്ന് കാണാൻ പറ്റും. ഇവിടെ എബിൻ സേവിയർ സ്റ്റേഷൻ ഉണ്ട്. അതായത് ഞാൻ യൂഷ്വലി കേൾക്കുന്ന ആ ഒരു പാട്ടുകളുടെ ഒരു സ്റ്റേഷനായിരിക്കും. തൊട്ടപ്പുറത്ത് ഡിസ്കവറി സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ മ്യൂസിക് നമ്മൾ കേൾക്കുന്ന ആ ഓരോ സോങ്സിൻ്റെയും ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുകയും അതേപോലത്തെ ട്രാക്കുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പറഞ്ഞ ഡിസ്കവറി സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോവുകയാണെങ്കിൽ റീപ്ലേ എന്നുള്ള ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റീപ്ലേ 23 ഉണ്ട്, റീപ്ലേ 22 ഉണ്ട്, റീപ്ലേ 21, 20, 19 എന്നീ പറഞ്ഞ എല്ലാ റീപ്ലേ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഇയറിൽ കേട്ട ഏറ്റവും കൂടുതൽ കേട്ട എല്ലാ ഫേവറേറ്റ് ട്രാക്സുമായിരിക്കും ഈ റീപ്ലേ 2023 നമുക്ക് വരുന്നത്. നമ്മുടെ അടുത്ത ടിപ്പ് എവിടെ വെച്ചാൽ സെർച്ചിലാണ്. നേരെ സെർച്ചിലേക്ക് പോവുക. അവിടെ ഒന്നും കൂടെ ടാപ്പ് ചെയ്താൽ നമുക്ക് കീബോർഡ് ഓൾറെഡി ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഈ പറഞ്ഞ സിറ്റി ചാർട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കേരളം നമുക്കിവിടെ ട്രാക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ വന്നിട്ടില്ല. പക്ഷേ ടോപ്പ് 25 ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റിയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു 25 ട്രാക്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞ സിറ്റി ചാർട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഒരു പാട്ടിൻ്റെ പേരറിയില്ല, പക്ഷേ ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ലിറിക്സ് വെച്ചും നിങ്ങൾക്ക് ഈ പറഞ്ഞ പാട്ട് ഈസി ആയിട്ട് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ഇനി മുതൽ അലാറമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ മ്യൂസിക് ആപ്പിൾ മ്യൂസിക്കിലെ എല്ലാ ട്രാക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഈ പറഞ്ഞ ക്ലോക്കിലേക്ക് പോവുക, അവിടെ അലാറം എടുക്കുക. ഇപ്പം ഞാനൊരു പുതിയ അലാറം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ സൗണ്ട് ഓപ്ഷനിലേക്ക് പോവുക. നേരെ പൊക്കത്തേക്ക് പോവുകയാണെങ്കിൽ പിക്ക് എ സോങ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രാക്ക് നമ്മുടെ ഈ പറഞ്ഞ അലാറമായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പാണ് ഈ പറയുന്ന iOS 17 മ്യൂസിക്കിൽ വന്ന ഏറ്റവും അടിപൊളി ടിപ്പ്. അതെന്താണെന്ന് വെച്ചാൽ ആനിമേറ്റഡ് ആർട്ട് കവേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഓപ്പൺ ഹൈമറിൻ്റെ ട്രാക്ക് എടുത്തു, ഞാൻ നേരെ പ്ലേ കൊടുത്തു. നമ്മുടെ ഈ പറയുന്ന ട്രാക്കിൻ്റെ ആ ഒരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾ നോക്കുക, എത്ര ഭംഗിയിലാണ് ആ ഒരു യൂസർ ഇൻ്റർഫേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഭംഗിയിലാണ് ഈ ഒരു ആനിമേഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് കവർ ഏത് ട്രാക്കിൻ്റെന്ന് വെച്ചാൽ നമ്മുടെ കോൾപ്ലേയുടെ മൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ട്രാക്കാണ്. ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ മാറിയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ആനിമേഷൻ നോക്കുക, എത്ര ഭംഗിയാണ് ആ ആനിമേഷൻ കാണാൻ. ആക്ച്വലി ആ ഒരു യൂണിവേഴ്സിലേക്ക് നമ്മൾ ശരിക്കും ഇൻഡെപ്തായിട്ട് പോകുന്ന ഒരു ഫീല് ഈ ഒരു ആർട്ട് കവറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ iOS 17 വന്നിരുന്ന മാറ്റമാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മ്യൂസിക് പ്ലെയർ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഈ പറയുന്ന ഡാർക്ക് മോഡ് മാറ്റി ലൈറ്റ് മോഡാക്കി കാണിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് ആനിമേഷനില്ലേ, അത് ഏത് ഓപ്ഷൻ എടുത്താലും നമുക്ക് അവിടെ ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു പാട്ടിൻ്റെ നൗ പ്ലേയിങ് ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നത്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആപ്പിൾ iOS 17 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് കാർപ്ലേയിലാണ്. കാർപ്ലേയിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഷെയർ പ്ലേയിൽ. എന്താണ് ഷെയർ പ്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, എബിൻസ് എയർപോർട്സ് പ്രോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കാറിൽ കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കാറിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. അതോടൊപ്പം ഒരു QR കോഡും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആപ്പിൾ യൂസേഴ്സിന്, ആ ഒരു കൂട്ടുകാർക്ക് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വൈൽ ഡ്രൈവിംഗ് മാത്രം. നിങ്ങൾ ആ ഒരു ഷെയർ പ്ലേ ഓഫ് ചെയ്താൽ പിന്നെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആക്സസ് ലഭിക്കില്ല. പക്ഷേ ഒരു കാറിൽ നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയും അതേപോലെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനും പറ്റും. അവരുടെ ഫേവറേറ്റ് ആയ ട്രാക്കുകൾ പ്ലേ ചെയ്യാനും പറ്റും. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഇൻട്രാക്റ്റീവ് വിജറ്റ്സിലാണ്. iOS 17 വന്ന ഒരു ഐക്കോണിക് ഓപ്ഷനാണ് ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ ട്രാക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഈ ഒരു പോസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്ക് ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രാക്ക് നിന്നിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രാക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻട്രാക്റ്റീവ് വിജറ്റ്സും iOS 17 വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ എടുക്കാതെ തന്നെ ഇവിടെ തന്നെ ആ ഒരു ഇൻട്രാക്റ്റീവ് വിജറ്റ്സിലൂടെ നമുക്ക് എല്ലാ ആപ്പുകളുമായിട്ട്, സെലക്ട് ചെയ്യുന്ന എല്ലാ ആപ്പുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിലേക്ക് പോവുക, അവിടെ നേരെ താഴത്തേക്ക് പോവുക. അവിടെ നേരെ താഴത്തേക്ക് പോയതിനു ശേഷം നമ്മുടെ ആപ്പിൾ മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഡോൾബി അറ്റ്മോസ് ഞാൻ ഓൾവേസ് ഓൺ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് ഇടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓഡിയോ ക്വാളിറ്റിയിൽ ലോസ്ലെസ് ഓഡിയോ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ സെല്ലുലാർ സ്ട്രീമിംഗ്, നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, ആ ഒരു ഹൈ ക്വാളിറ്റി ഓപ്ഷൻ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. വൈഫൈ സ്ട്രീമിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടും ഈ പറഞ്ഞ ഹൈ റെസ് ലോസസിലേക്ക് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്നാലാണ് നിങ്ങൾക്ക് ഏറ്റവും സീംലെസ്സായ ക്വാളിറ്റിയിൽ പാട്ടുകൾ ഓൺലൈൻ വൈഫൈ സ്ട്രീമിങ്ങിലൂടെ കേൾക്കാൻ പറ്റുള്ളൂ. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ് നമ്മുടെ വൈഫൈ ഓപ്ഷൻ. വൈഫൈ ഓപ്ഷനിലും ഞാൻ ലോസ്ലെസ് ആണ് ഇട്ടിരിക്കുന്നത്, ഹൈ റെസ് ലോസ്ലെസ് ആയിട്ടുള്ള. കാരണം എൻ്റെ ഡിവൈസിൽ അത്രമാത്രം സ്പേസ് കൺസ്യൂം ചെയ്യേണ്ട എന്ന് കരുതുകൊണ്ട് തന്നെയാണ്. അടുത്തൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17 വന്ന ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞ ക്രോസ് ഫെയ്ഡ് എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ട്രാക്ക് കഴിഞ്ഞിട്ട് അടുത്ത ട്രാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ ഒരു ഗ്യാപ്പ് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ട്രാക്കിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് മെർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്രോസ് ഫെയ്ഡ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഈ ക്രോസ് ഫെയ്ഡ് നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര സെക്കൻഡ്സ് ഡിലേ വെക്കണം എന്നുണ്ട്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് 3 സെക്കൻഡാണ്. അത്യാവശ്യം ആ ഒരു ട്രാക്ക് കഴിഞ്ഞ് 3 സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്തൊരു ട്രാക്ക് നമുക്ക് ഓൺ ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ക്രോസ് ഫീഡ് ഈസ് അൺഅവൈലബിൾ വൈൽ യൂസിങ് എയർപ്ലേ എന്ന്. അതായത് നമ്മൾ ഈ പറഞ്ഞ എയർപോർട്ട്സോ കാര്യങ്ങളോ നമ്മൾ എയർപ്ലേ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഈ ഒരു ക്രോസ് ഫീഡ് നമുക്ക് ലഭിക്കില്ല എന്നാണ് ഈ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഓപ്ഷനിൽ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ വന്നിരിക്കുന്ന കുറേയധികം ഹിഡൻ ആയ ടിപ്സുകളും iOS 7 പുതിയ മാറ്റങ്ങളും എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ പറ്റി ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്തി ആയിപ്പോയി, പക്ഷേ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽസും നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് കുറച്ച് സമയമെടുത്താണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയെന്ന് തന്നെ കരുതുന്നു. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ in Instagram too. And thank you so much for watching this whole video. This is Abin, Xavier signing from Abika.